ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ നല്ല നാടൻ രുചിയിൽ ഉണക്കമീനും പടവലങ്ങയും കൂടെ വറുത്തരച്ച് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നിറമൊന്ന് മാറട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് 1 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ചെറിയൊരു നുള്ളു ഉലുവ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. 3/4 കപ്പ് തേങ്ങ, 8 ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്. പിന്നെ ഇതിലോട്ട് 5 കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. പിന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യമേ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. മീഡിയത്തിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. തേങ്ങയുടെ നിറം നല്ലതായിട്ടൊന്ന് മാറി വരുമ്പോൾ, ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം. ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറക്കണം. ഈ സമയത്ത് ഇതിലോട്ട് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഒന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആയപ്പോഴാണ് ഞാൻ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. ഇത് മൂത്തിട്ടുണ്ട് പൊടികളൊക്കെ. എന്നാൽ തേങ്ങയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടെ മൂക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് ആറി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് ഇപ്പം. ആദ്യമേ നമുക്കിത് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരയ്ക്കാം. നല്ലതായിട്ട് അരയുവാണെങ്കിൽ അങ്ങനെ തന്നെ അരയ്ക്കാം. ഇല്ലെങ്കിൽ ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലും വെള്ളം ഒട്ടും കാണരുത്. അപ്പോൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ ഇതുപോലെ വറുത്തെടുക്കാമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കൈപ്പിടി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ ഒരു 20 ചെറിയ ഉള്ളി കാണും. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, 3 ടേബിൾ സ്പൂൺ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണക്കമീൻ കറിക്ക്. കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. പകുതിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ചെറുതായിട്ട് നിറമൊന്നും മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് 2ആയിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് പടവലങ്ങ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ചെറിയൊരു പടവലങ്ങ എടുത്തേക്കുന്നത് ഒരു 150 ഗ്രാമൊക്കെ ഉള്ളൂ. അത് ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അച്ചിങ്ങപ്പയർ എടുക്കാം, വഴുതനങ്ങ എടുക്കാം, അല്ലെങ്കിൽ പച്ച ഏത്തക്കയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലോട്ട് ഈ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ ലെമണിൻ്റെ അളവിൽ പുളി എടുത്തിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്തത്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ ശകലം വെള്ളത്തിൽ കഴുകി അതും കൂടി ഒഴിക്കാം. ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരപ്പ് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ചുപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉണക്കമീൻ ആയതുകൊണ്ട് അത് കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടിയ ഉണക്കമീനൊക്കെ ആണെങ്കിൽ അത് തിളച്ച് വേവും തോറും അതിൽ നിന്ന് ഉപ്പ് ഇറങ്ങും. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ ഉപ്പ് ഏറെ ചേർത്താൽ ചിലപ്പോൾ അത് ഉപ്പ് കൂടിപ്പോവും. ഉണക്കമീനിൽ നിന്നുള്ള ഉപ്പും കൂടി ഇറങ്ങിയാൽ ഉപ്പ് പാകത്തിനുള്ള ഉണക്കമീനോ അല്ലെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച ഉണക്കമീനൊക്കെ ആണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്.
ഇനി ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചെറിയ അയില ഉണങ്ങിയതും അതുപോലെ പാര ഉണങ്ങിയതിൻ്റെയും ഒരു 3-4 പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 100 ഗ്രാം ഉണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 100 ഗ്രാം ഇതിട്ട് കൊടുക്കാം. ഞാൻ വീട്ടിലെ ഉണക്കിയ മീനായത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വീട്ടിൽ ഉണക്കമീൻ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമുക്ക് വൃത്തിയുള്ള മീനെ വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കാം. അതുപോലെ ഒന്ന് താത്ത് കൊടുക്കുക. ഈ ഫ്ലെയിം ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. മീഡിയത്തിനെക്കാട്ടിൽ ശകലം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ട്. പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചാറൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് കട്ടിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തരച്ച് വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ചെയ്ത്. ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ചോറിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറായിരിക്കും. വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.